ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. നന്ദി ഹിൽസിന്റെ താഴ്വരയിൽ ടാറ്റ ആൾട്രോസ് CNG പതിപ്പിന്റെ അതായത് iCNGയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ നാഷണൽ റോഡിൽ 2 വാഹനങ്ങൾ ഓടിക്കാനുള്ള അവസരമാണ്. ഒന്ന് നമുക്ക് കിട്ടിയത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഡീസൽ പതിപ്പും മറ്റൊന്ന് ഇതിൻ്റെ iCNG പതിപ്പുമാണ്. അപ്പോൾ iCNG പതിപ്പാണ് ഉച്ചയ്ക്ക് ശേഷം ഓടിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഇരട്ട സിലിണ്ടർ ഉള്ള CNG വാഹനം അവതരിപ്പിച്ചത് ടാറ്റ മോട്ടോഴ്സാണ്. 2023 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായിട്ട് അവർ ഇത് കാണിച്ചത്. 4 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ 2 സിലിണ്ടർ ഉള്ള CNG വാഹനം അവതരിപ്പിച്ചത് ടാറ്റ മോട്ടോഴ്സാണ്. അന്ന് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും CNG വാഹനം കോംപ്രമൈസ് ചെയ്യേണ്ട, ഫീച്ചേഴ്സിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പെട്രോൾ ഡീസൽ വാഹനത്തെ പോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സ് വേണം, ബൂട്ട് സ്പേസ് വേണം, അതേപോലെ തന്നെ പെർഫോമൻസും വേണം എന്ന വലിയൊരു ലക്ഷ്യത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ CNG പതിപ്പ്, അതായത് iCNG ഇൻ്റലിജൻറ്റ് CNG എന്നാണ് പറയുന്നത്. അന്ന് അവർ ഉപയോഗിച്ച പരസ്യവാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് ഇറ്റ് ഈസ് CNG എന്നാണ്. അത്തരം ഒരു പരസ്യവാചകം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചിന്തയുണ്ട്, CNG വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സി ക്യാബ് വിഭാഗത്തിലേക്ക് മാത്രം ഉള്ളതാണ്. ഇതിന് ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല. അതായത് ഫ്യൂൽ എക്കണോമി നോക്കുന്നത് അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിലൊരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് CNG വാഹനം. ആ ഒരു ധാരണയെ മൊത്തം പൊളിച്ചെഴുതിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസ് iCNG പതിപ്പ്. 2025 മെയ് 22 ആൾട്രോസിൻ്റെ പല സെഗ്മെൻറ്റ്, ഇപ്പോൾ മൊത്തത്തിൽ 22 വേരിയൻറ്റുകളാണ് ആൾട്രോസിനുള്ളത്. ഇതിൽ 1.2 ലിറ്റർ റെവട്രോൺ പെട്രോളിലുള്ള എൻജിനുണ്ട്. അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഒക്കെ വാഹനം വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.5 ലിറ്ററിൻ്റെ ഡീസൽ എൻജിനുണ്ട്. അതേപോലെ ഡ്യുവൽ ഓപ്ഷനിലുള്ള പെട്രോളിലും CNGയിലുമുള്ള iCNG പതിപ്പുണ്ട്. iCNG പതിപ്പിലേക്ക് 6 വേരിയൻറ്റുകളാണ് വരുന്നത്. ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വാഹനം എത്തുന്നില്ല. മൊത്തത്തിൽ 22 വേരിയൻറ്റുകൾ എന്ന് ഞാൻ പറഞ്ഞു. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ താരമാണ്, അല്ലെങ്കിൽ അതിലെ കിങ് ആണ് ശരിക്കും ടാറ്റ ആൾട്രോസ് എന്ന് പറയാം. അപ്പോൾ ഇവരെ ആണ് ശരിക്കും 2020 ഈ വാഹനം എത്തിയത്. 2020 ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടിയ വാഹനം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ ഒന്നും നമുക്ക് പറയാനില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇതിനകത്തേക്ക് 6 എയർ ബാഗുകളൊക്കെ വന്നിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു സെഗ്മെൻറ്റ് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഉള്ള ഏക വാഹനം കൂടിയാണ്. iCNG പതിപ്പ് എത്തുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ്. 6 വേരിയൻറ്റുകളാണ് ഈ ഒരു വാഹനം, അതായത് CNG പതിപ്പിൽ എത്തുന്നത്. അതിൻ്റെ വില തുടങ്ങുന്നത്, പുത്തൻ വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 7,89,000 രൂപ മുതൽ 11,09,000 രൂപയാണ്. ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് 2025 അപ്ഡേറ്റ് ചെയ്ത ടാറ്റ ആൾട്രോസ് iCNG പതിപ്പിൻ്റെ വിലയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും ടാറ്റ ആൾട്രോസ് പുതുതായിട്ട് അവരൊരു അഫോർഡബിൾ ഓട്ടോമാറ്റിക് പതിപ്പ് അവതരിപ്പിച്ചു. അതായത് AMT പതിപ്പ് അവതരിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും 2025 ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നത്. അതിൻ്റെ വില തുടങ്ങുന്നത് 6,89,000 രൂപയിലാണ്. ഇപ്പോൾ വാഹനം മൊത്തത്തിൽ നമുക്ക് 2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും AMTയിലും കിട്ടും. അതേപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം കിട്ടും. iCNG പതിപ്പിലും കിട്ടും. അതേപോലെ 1.2 ലിറ്റർ പെട്രോളിൽ എത്തുന്ന വാഹനവുമുണ്ട്. ഡീസൽ വാഹനം എന്ന് പറയുമ്പോൾ 1.5 ലിറ്ററിലാണ് എത്തുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ടാറ്റ
മോട്ടോഴ്സിൻ്റെ ഈ പ്രീമിയം ഹാച്ച് ബാക്ക് സൂപ്പർ ഹിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സെഗ്മെൻറ്റിലെ ഒരു മികച്ച ബെസ്റ്റ് സെല്ലറാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനം. അപ്പോൾ മെയ് 22, 2025 നടത്തിയ ടാറ്റ വാഹനങ്ങളുടെ ആൾട്രോസ് വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റിലേക്ക് ഈ വാഹനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ടെക്നോളജി വൈസ്, ഡിസൈൻ വൈസ്, അതുപോലെ തന്നെ കംഫർട്ടിനും കൺവീനിയൻസിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, അതായത് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് ഒന്നുകൂടി കാണാം. പണ്ട് ഈ വാഹനത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ആണ് ആദ്യം കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ ഇരട്ട സിലിണ്ടർ ഉള്ള വാഹനം അവതരിപ്പിച്ചത് ടാറ്റ ആൾട്രോസിലൂടെ ടാറ്റ മോട്ടോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മെലിഞ്ഞ സ്ലിമ്മായിട്ടുള്ള ഇരട്ട സിലിണ്ടർ ഇവിടെയായിട്ട് അവർ വളരെ സേഫായിട്ട് തന്നെ ലോക്ക് ചെയ്ത് ഈ സ്ക്രൂ ഒക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നീണ്ട സിലിണ്ടറാണ്. അപ്പോൾ ഇത്രയധികം ബൂട്ട് സ്പേസ് കിട്ടി. ഇത്രയധികം ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 210 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സീറ്റുകളെ ഫുള്ളി നമ്മൾക്ക് ടംബിൾ ചെയ്യാം. അപ്പോൾ ഇതിലെ ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 360 ലിറ്ററാണ്. ഇതിൻ്റെ CNG പതിപ്പിൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഇത് ചെയ്യാം. എല്ലാ അർത്ഥത്തിലും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. CNG പതിപ്പ് അവതരിപ്പിച്ചപ്പോൾ ഒരു CNG വാഹനമാണ്, വളരെ സേഫ് ആയിരിക്കണം, കമ്പനി നേരിട്ട് ഇറക്കുന്ന CNG വാഹനമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓടിച്ചതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. മോഡേൺ സ്റ്റൈലിങ്ങും പ്രീമിയം ഫീലും ടെക് റിച്ച് ഫീച്ചേഴ്സും അതേപോലെ തന്നെ നെക്സ്റ്റ് ലെവൽ സേഫ്റ്റിയും ഒക്കെ തന്നെയാണ് ഈ ഒരു ആൾട്രോസ്, പുത്തൻ ആൾട്രോസിൽ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വൈഡസ്റ്റ് റേഞ്ച് ഓഫ് പവർ ട്രെയിൻസ് എന്ന് പറയാം. അപ്പം അവർ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു പരസ്യവാചകം ഫീൽ സ്പെഷ്യൽ എന്നാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ സ്ലീക്ക് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബോൾഡായിട്ടുള്ള 3D ഫ്രണ്ട് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈനാണ്. അതിൻ്റെ ഒരു പിൻഭാഗത്തേക്ക് ഒരു കൂപ്പേ സ്റ്റൈലിൽ മനോഹരമായിട്ട് ചരിഞ്ഞു വരികയാണ്. പിൻഭാഗത്ത് ശരിക്കും കണക്റ്റഡ് DRL കൊടുത്തിട്ടുണ്ട്, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വന്നിരിക്കുന്നു. ORVMൻ്റെ ഡിസൈനിലും മാറ്റം വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വാഹനങ്ങൾ 2025 അപ്ഡേറ്റ് ചെയ്ത എല്ലാ വാഹനങ്ങളിലേക്കും 18 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. എയറോവിൻസ് ഒക്കെ അടങ്ങിയ അലോയ് വീൽ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇവിടെയൊക്കെ ഡിസൈൻ വൈസ് മാറ്റങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, ആൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി തുറക്കാൻ പറ്റുന്ന അതിൻ്റെ വാതിലുകളാണ്. ഈ ഒരു പ്രത്യേക വാതിൽ ഇങ്ങനെയാണ് തുറക്കുക. അപ്പം ഈ ഒരു പ്ലഷ് ഹാൻഡിൽസും കൂടി വന്നപ്പോൾ ശരിക്കും സൈഡ് പ്രൊഫൈൽ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് 360 ഡിഗ്രി ക്യാമറ വന്നു എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ORVMൻ്റെ ഡിസൈനിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻഭാഗം മാറി, സൈഡ് പ്രൊഫൈൽ മാറി, ഫെൻഡർ, ആദ്യത്തെ ഫെൻഡർ മാറി, എല്ലാം മാറിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈനും മാറ്റം വന്നിട്ടുണ്ട്. റിയർ കാഴ്ചയും മാറിയിട്ടുണ്ട്. LED DRLന് മുൻഭാഗത്തേക്ക് കൂടുതൽ ഭംഗി വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് എല്ലാത്തിലേക്കും സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ്, ഡിസൈൻ കൺട്രോൾ ഒക്കെ സ്റ്റാൻഡേർഡായി വന്നിട്ടുണ്ട്. 6 എയർ ബാഗിൽ സ്റ്റാൻഡേർഡായി വന്നിരിക്കുന്നു. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയും. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ താരമാണ് ടാറ്റ ആൾട്രോസ് എന്ന് ഞാൻ പറഞ്ഞു. അത് സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു നേട്ടം 2020 നേടിയിരിക്കുകയാണ്. 2020 തന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടിയ വാഹനമാണ്. ഈ സെഗ്മെൻറ്റിലെ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. അവർക്കാർക്കും ഇല്ലാത്ത ഒരു വലിയ നേട്ടമാണ് ഈ ഒരു 5 സ്റ്റാർ റേറ്റിംഗ്. അപ്പോൾ ആ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറൽ റിജിഡിറ്റിക്ക് ഒന്നുകൂടി ശക്തി നൽകിയിരിക്കുകയാണ് 2025 ഫേസ് ലിഫ്റ്റ് നൽകിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിക്ക് നേടിയ ഏക വാഹനം കൂടിയാണ് ഈ പ്രീമിയം ടാറ്റ ആൾട്രോസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ വാഹനം ഇറങ്ങിയിട്ട് 5 വർഷമായി. ഈ ഒരു സെഗ്മെൻറ്റിൽ ഹാച്ച് ബാക്കുകളെ ഇഷ്ടപ്പെടുന്ന ഫാമിലികൾ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് ടാറ്റ ആൾട്രോസ്. അപ്പോൾ ഇതിപ്പോൾ ലഭ്യമാകുന്നത് 6 വേരിയൻറ്റുകളിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പെട്രോളിലാണെങ്കിലും ഡീസലിലാണെങ്കിലും. CNG പതിപ്പ് എന്ന് പറയുമ്പോൾ പെട്രോൾ ഓപ്ഷനിലും വാഹനം ഓടാം, CNGയിലും വാഹനം ഓടാം. കുറേ അഫോർഡബിളായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം CNG നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ശരിക്കും
ഇങ്ങനെ മൾട്ടിപ്പിൾ പവർ ട്രെയിനിലും മൾട്ടിപ്പിൾ ട്രാൻസ്മിഷനിലും ഉള്ള ഈ ഒരു ടാറ്റ ആൾട്രോസിൻ്റെ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു നാഷണൽ മീഡിയ ഡ്രൈവാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ദൂരം ഈ CNG പതിപ്പും ഓടിക്കാൻ പറ്റി. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ്. നമ്മളൊരു CNG വാഹനമാണ് ഓടിക്കുന്നതെന്ന് യാതൊരു വിധമായ ഫീലും നമുക്ക് തോന്നുകയില്ല. ഒരു പെട്രോൾ വാഹനം ഓടിക്കുന്ന അതേ ലാഘവത്തോടെ അതേ സുഖത്തോടെ തന്നെ ഓടിക്കാം. അതിൽ ഇൻഷ്യൽ ജർക്കുകൾ ഇല്ല. വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇതിനുള്ളിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമുക്കൊരു പ്രീമിയം ഫീലാണ്. കംഫർട്ട് ആണെങ്കിലും കൺവീനിയൻസ് ആണെങ്കിലും എല്ലാം തന്നെയും വളരെ മികച്ചതാണ്. ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ശരിക്കും ഇതിന് അവരൊരു ഓട്ടോമാറ്റിക് പതിപ്പ് കൊടുത്തിട്ടില്ല. അതായത് ടോപ്പ് വേരിയൻറ്റിലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് CNG പതിപ്പ് വരുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ആദ്യമായിട്ട് ആൾട്രോസിലേക്കും പെർസോണ ബേസ് ആയി അവരുടെ വേരിയൻറ്റുകൾക്ക് പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് എന്നും പിന്നെ അതേപോലെ തന്നെ അക്കംപ്ലിഷ്ഡ് എന്നും ക്രിയേറ്റീവ് എന്നും അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്നും ഒക്കെ പറയുന്ന പെർസോണകളിലാണ് മറ്റു വാഹനങ്ങളിലെ പോലെ തന്നെ ടാറ്റ ആൾട്രോസും ഇനി അറിയപ്പെടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് സ്റ്റിയറിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ മറ്റു വാഹനങ്ങളെ പോലെ ആക്കിയിട്ടുണ്ട്. മുൻഭാഗത്തെ ലോഗോയുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെയും അങ്ങനെ വന്നിരിക്കുന്നു. മൊത്തത്തിൽ ഡിസൈനിൽ മറ്റു വാഹനങ്ങളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്കും വന്നിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടുവന്ന അതേ മാറ്റം ആൾട്രോസിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും ഡീകട്ട് സ്റ്റിയറിംഗ് ആണ്, 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ശരിക്കും സബ്റ്റിലായ ഒരു ഇല്യൂമിനേഷനോട് കൂടിയിട്ടുള്ള നമ്മൾ വാഹനം ഓൺ ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് ആ ലോഗോ തെളിയുന്നു. എല്ലാ വാഹനങ്ങളുടെയും സ്റ്റിയറിംഗ് ഒരേപോലെ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിലെ ഡാഷ്ബോർഡ് ഡിസൈൻ മാറിയിട്ടുണ്ട്. ട്രൈ കളർ ഡിസൈനിലാണ് വരുന്നത്. ഇതിനകത്തേക്ക് ബേജും വൈറ്റും ബ്ലാക്കും കലർന്ന ഒരു ഡിസൈനാണ് പുത്തൻ ആൾട്രോസിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളിലേക്കും, അതിപ്പോൾ ഏത് പവർ ട്രെയിനിലുള്ള വാഹനമാണെങ്കിലും അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൈ സപ്പോർട്ട് കൂട്ടി സീറ്റുകളുടെ കുഷനിങ് അല്ലെങ്കിൽ അപ്പോൾസ്ട്രി മാറ്റി കൂടുതൽ ഭംഗിയാക്കി. എയർ ബാഗ് എന്നുള്ള ഇതൊക്കെ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കി. അതേപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമാൻഡിലൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺറൂഫ് നൽകി എന്നുള്ള കാര്യമാണ്. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെയും ഡിസൈനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ശരിക്കും കപ്പ് ഹോൾഡർ വന്നിരിക്കുന്നു, സ്റ്റോറേജ് സ്പേസ് വന്നിരിക്കുന്നു. ശരിക്കും ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിൽ 10.25 ഇഞ്ച് വലുപ്പത്തിൽ, ഇതിപ്പോൾ ശരിക്കും അതിൻ്റെ CNG പതിപ്പായതുകൊണ്ട് ഏറ്റവും വലിയ സ്ക്രീനൊന്നും ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലാ ഇതിൻ്റെ ഉയർന്ന പതിപ്പുകളിലൊക്കെ 10.25 ഇഞ്ചസ് വലുപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു ആംബിയൻ ലൈറ്റിംഗ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്നു. ഒന്നിനും കുറവ് വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവരുടെ പ്രീമിയം ഹാഷ് ബാക്കിനെ നന്നായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. മറ്റൊന്ന് സേഫ്റ്റിയിൽ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പഞ്ചും ആൾട്രോസും ഒക്കെ എത്തുന്നത് ആൽഫ ആർക്കിടെക്ചറാണ്. അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് 2025 ഫേസ് ലിഫ്റ്റിൽ എന്നാണ് ടാറ്റ ഒഫീഷ്യൽസ് വിശദീകരിക്കുന്നത്.
മറ്റൊന്ന് പറയാനുള്ളത്, ഇത് 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, LED ഫോഗ് ലാമ്പ് എല്ലാത്തിലേക്കും വന്നിരിക്കുന്നു. മറ്റൊന്ന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിരിക്കുന്നു. പിന്നെ പറയാനുള്ള മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ഡീഫോഗർ വന്നിരിക്കുന്നു. പിന്നെ ക്ലിയർ വിസിബിലിറ്റി ഇൻ എവരി ഡ്രൈവ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതിനകത്തേക്കെല്ലാം തന്നെയും LED ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്, ഐസോഫിക്സ് സംവിധാനം, പിൻനിരയിൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 360 ഹൈ ഡെഫിനിഷൻ ക്യാമറ ഇതിനകത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം വന്നിരിക്കുന്നു. അപ്പോൾ 1.5 ലിറ്റർ റെവട്രോൺ ഡീസൽ എഞ്ചിനിലും 1.2 ലിറ്റർ റെവട്രോൺ പെട്രോൾ എഞ്ചിനിലും ഒക്കെ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് പതിപ്പിലേക്കൊക്കെ തന്നെ അവർ പാഡിൽ ഷിഫ്റ്റർ നൽകി വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിൻനിര ഒന്ന് കണ്ടു നോക്കാം. മറ്റ് നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത വാഹനത്തിലെ പോലെ തന്നെ എങ്കിലും പിൻനിര കൂടുതൽ വിശേഷപ്പെട്ടതാണ്. ഇതൊരു CNG പതിപ്പായതുകൊണ്ട് തന്നെ. ആൾട്രോസ് എന്ന പേര് വാഹന നിർമ്മാതാക്കൾക്ക് എവിടെ നിന്ന് കിട്ടി, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആൽബട്രോസ് എന്ന ബേർഡ് സ്പീഷീസിൻ്റെ പേരിൽ നിന്നാണ് ഇവർ ശരിക്കും ആൾട്രോസ് എന്ന് ഇട്ടത്. ശരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യം ഇങ്ങനെയായിരിക്കാം, ഒരു പക്ഷി ചിറക് വിരിക്കുന്നത് പോലെ 90 ഡിഗ്രി ഇതിൻ്റെ 4 ഡോറുകളും തുറക്കാൻ പറ്റും. അതായത് വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ഈസിയാണ്. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇതൊരു വലിയ കാര്യമായിട്ട് പറയണം. അതുപോലെ തന്നെ പിൻനിരയിൽ ഫ്ലാറ്റ് ഫ്ലോർ, അതായത് ഫ്ലോറുകളാണെങ്കിൽ നമുക്ക് കാലുകൾ നീട്ടി വെച്ചിരിക്കാം. ഇഷ്ടംപോലെ ഹെഡ് റൂം, ഇഷ്ടംപോലെ ലെഗ് റൂം. ഇവിടെ ഇങ്ങനെ കർവ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ വ്യക്തിയാണ്, 5 അടി പൊക്കം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടംപോലെ ലെഗ് റൂമും ഹെഡ് റൂമും എല്ലാം ഇവിടെ കർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൗച്ചുണ്ട്, റിയർ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, 3 പേർക്ക് ഉള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. 4 ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 4ഉം സ്ലൈഡിംഗ് ആണ്. കപ്പ് ഹോൾഡർ, ഹാൻഡ് റെസ്റ്റ് ഒക്കെ വേർഷനുണ്ട്. ഈ ഒരു തൈ സപ്പോർട്ട് ലോങ് ജേർണിയിൽ നമ്മളുടെ കാലുകളുടെ തുടകൾക്കൊക്കെ നല്ല സപ്പോർട്ട് നൽകുന്ന പോലെ ഇതിന് കുറച്ച് ലെങ്ത് വരുത്തി എന്നുള്ളതാണ് മറ്റൊരു മാറ്റം. വോയിസ് എനേബിൾഡ് സൺറൂഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ആംബിയൻ ലൈറ്റിങ്ങും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പർ പോർഷനൊക്കെ തന്നെയും ഒരു ബേജ് കളറാണ്. ട്രൈ കളർ കോമ്പിനേഷനിലാണ് പുത്തൻ പതിപ്പ് 2025 ആൾട്രോസിനെ വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാൻഡിൽസിലേക്ക് തന്നെയും ഡാർക്ക് ക്രോമാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാനൽസിലൊക്കെ തന്നെ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. 1 കിലോ CNGക്ക് 27.8 കിലോമീറ്ററാണ് ഓടാൻ പറ്റുക. ഇന്നത്തെ പെട്രോൾ ഡീസൽ വിലയെ സംബന്ധിച്ചിടത്തോളം CNGക്ക് വില കുറവാണെന്ന് നമുക്കറിയാം. കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായി കൂടുതൽ അഫോർഡബിളായിട്ട് വാഹനം കൊണ്ടുപോകണമെങ്കിൽ CNG ഓപ്ഷൻ കൂടി നമ്മുടെ വാഹനത്തിലുള്ളത് നല്ലതാണ്. CNG അല്ലെങ്കിൽ പെട്രോൾ എന്ന ഒരു ഡ്യുവൽ ഓപ്ഷനാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫാമിലിക്ക് എല്ലാ അർത്ഥത്തിലും ഇത് ഇഷ്ടമാകും. ഫാമിലിയും കൂടി കണ്ടുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ iCNG പതിപ്പിലേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അപ്ഡേഷൻസ് എല്ലാം തന്നെയും ഇതിൻ്റെ CNG പതിപ്പിലേക്കും വന്നിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 6.89 റുപ്പീസിന് ഇൻട്രൊഡക്ടറി പ്രൈസിലാണ് അവരവരുടെ പെട്രോൾ വാഹനത്തിലേക്ക് AMT പതിപ്പ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെട്രോൾ ഡീസൽ വാഹനങ്ങളുണ്ട്, CNG പതിപ്പുമുണ്ട്. ഏകദേശം ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റിൻ്റെ വില 11,89,000 ഒക്കെ തന്നെ എക്സ് ഷോറൂം പ്രൈസ് വരും. എന്തായാലും വർത്താണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുമുണ്ട്. എന്തായാലും ഈ iCNG പതിപ്പ് ഫാമിലിക്കും ചൂസ് ചെയ്യാം, ടാക്സി ക്യാബ് വിഭാഗത്തിലേക്കും ചൂസ് ചെയ്യാം. മികച്ചൊരു ഓപ്ഷനാണ്. കംഫർട്ടും കൺവീനിയൻസും ഒട്ടും കുറവല്ല ഈ പ്രീമിയം ഹാച്ച് ബാഗിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ബാംഗ്ലൂരിലൂടെ നാഷണൽ മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായി ഏകദേശം 120 കിലോമീറ്ററാണ് ഈ ടാറ്റ ആൾട്രോസിൻ്റെ iCNG പതിപ്പ് ഇന്ന് ഓടിക്കാൻ സാധിച്ചത്. എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായ ഒരു പ്രീമിയം ഹാച്ച് ബാഗ് എന്ന് പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇൻറ്റീരിയർ കംഫർട്ടാണ്. ഇതിൻ്റെ അപ്പോൾസ്ട്രി മാറിയിട്ടുണ്ട്, തൈ സപ്പോർട്ട് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ACയുടെ കൂളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും, പുതിയ ഈ വാഹനത്തിലേക്കും കൊണ്ടുവന്ന അവരുടെ ഈ പുതിയ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും എല്ലാം തന്നെയും ഒരുപാട് സംതൃപ്തി നൽകുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവ് സീറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലുമാണ്. ചെറിയ രീതിയിലൊക്കെ ഒരു
ഇഷ്ടക്കേട് തോന്നിയത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയൊക്കെ തരാൻ പറ്റൂ എന്ന് തന്നെ അറിയാം. സെക്കൻഡ് റോയെ കുറിച്ച് പറയുകയാണെങ്കിലും കാലുകളൊക്കെ നീട്ടി തന്നെ സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാം. എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് ഇഷ്ടമായി, ഇൻറ്റീരിയറിലെ കംഫർട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ട്രൈ കളറിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഇൻറ്റീരിയർ ആംബിയൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 1 കിലോ CNGക്ക് ഏകദേശം എനിക്ക് ഒരു 24 കിലോമീറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കൾ ഏകദേശം 27-നടുത്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി അഫോർഡബിളായി ഒരു വാഹനം വേണമെങ്കിൽ പെട്രോളിലും CNGയിലും ഓടിക്കാവുന്ന ഒരു വാഹനം സെലക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കും ഈ സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ള ഈ ഒരു വാഹനം, ഈ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ തികച്ചും നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പുള്ളിങ് ആണെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്മൂത്ത്നെസ് ആണെങ്കിലും ഒക്കെ തന്നെയും എടുത്തു പറയുന്നു. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വാഹനത്തെ കൊണ്ടുപോകാം. പിന്നെ ഹയർ സ്പീഡിലേക്ക് വരുമ്പോൾ NVH ലെവൽസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും സ്മൂത്തറാണ് വാഹനം, ലൈറ്ററാണ്, മികച്ച സ്റ്റൈലിംഗ് ആണ്, മികച്ച അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഗ്ലോബൽ NCAP 5 സ്റ്റാർ നേടിയ 2020 തന്നെ നേടിയ ഒരു വാഹനം ഇപ്പോൾ 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു CNG വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സേഫ്റ്റി എന്നുള്ളൊരു കൺസേൺ. ഇത് കമ്പനി ഫിറ്റഡ് CNG ആയതുകൊണ്ട് ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റ ആൾട്രോസിൻ്റെ CNG പതിപ്പ് അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് തെർമൽ ഇൻസിഡൻറ്റ് പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്, ഗ്യാസ് ലീക്ക് ഡിറ്റക്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മൈക്രോ സ്വിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ CNG റീഫ്യൂവലിങ്ങിൻ്റെ സമയത്ത് കാർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആകും ഈ മൈക്രോ സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇതിന് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു വാറണ്ടി. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ARAI. ഇന്ന് ഏകദേശം 120 കിലോമീറ്ററോളം നമ്മൾ ഓടി, ഏകദേശം ഒരു 22-23 ഒക്കെ തന്നെയും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ CNG 2 സിലിണ്ടർ കൂടി 60 ലിറ്റർ കപ്പാസിറ്റി ആണ് ശരിക്കും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ iCNG പതിപ്പ് ഫാമിലിക്കും ചൂസ് ചെയ്യാം, ടാക്സി ക്യാബ് വിഭാഗത്തിലേക്കും ചൂസ് ചെയ്യാം. മികച്ച ഒരു ഓപ്ഷനാണ്. സേഫ്റ്റിയാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് അതിൻ്റെ അവസാന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.